ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ആലു പൊറാട്ടയുടെ വീഡിയോയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റുകളിൽ ആലു പൊറാട്ട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല രുചിയുള്ള, നന്നായിട്ട് പൊള്ളി വന്ന ഒരു ആലു പൊറാട്ടയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ളത്, സാധാരണ നമ്മൾ ആലു ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്ത ആലു അതിൻ്റെ ചൂടെല്ലാം തളഞ്ഞതിന് ശേഷം, അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ആലു നന്നാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ബൗളുകളാക്കി മാറ്റി വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ആലുവിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും പൊടിക്കാതെയും ചേർക്കാവുന്നതാണ്. ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ കസൂരി മെത്തി, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില. അപ്പം ഇതാണ് ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ. അപ്പോൾ മസാലയുടെ കൂട്ട് നിങ്ങൾ കണ്ടിട്ട് ഞെട്ടണ്ട. ഇനി മസാല കൂട്ടുകൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. മുളക് പൊടി ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും മല്ലിപ്പൊടി ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും അതൊക്കെ മാറ്റി, എരിവ് വേണ്ടാത്തവർക്ക് അതേ രീതിയിലുമൊക്കെ ആലു പൊറാട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ പൊറാട്ടയ്ക്ക് കുഴച്ച അതേ മാവിൽ തന്നെയാണ് ഇന്നത്തെ ആലു പൊറാട്ട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ആലു പൊറാട്ട എങ്ങനെയാണെന്ന് നോക്കാം. മാവ് ബൗളുകളാക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി ഒന്ന് പരത്തി, അതേപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആലു അതും ഇതേപോലെ ബൗളുകളാക്കി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് 4 ഭാഗവും ഇതേപോലെ മടക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇന്നത്തെ ആലു പൊറാട്ട തയ്യാറാക്കിയെടുക്കുന്നത് പൊറാട്ടക്കല്ലിൽ വെച്ചിട്ടാണ്. ഇനി പൊറാട്ടക്കല്ലിലല്ലാതെ തന്തൂരി അടുപ്പിലും ആലു പൊറാട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പം പൊറാട്ടക്കല്ലിൽ തയ്യാറാക്കിയെടുക്കുന്ന ആലു പൊറാട്ട എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെയ്യ്, ഓയിലൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അതൊക്കെ ഒഴിവാക്കാം. അത് വേണ്ടവർക്ക് അത് കൂടുതലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ബൗളുകളാക്കി വെച്ച ആലു 2 കൈയും വെച്ച് ഇതേപോലെ പൊട്ടാതെ പരത്തിയിട്ട് കല്ലിലിട്ടിട്ടാണ് ഇത് ആലു പൊറാട്ട ചുട്ടെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ ആലു പൊറാട്ട നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ വീടുകളിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി ഇത് ആലു പൊറാട്ടയ്ക്ക് നല്ല ചട്ടിനി, അതേപോലെ തൈര് ചേർത്തിട്ട് നല്ല രുചി. അപ്പോൾ ഇതാണ് ആലു പൊറാട്ട. അപ്പോൾ ആലു പൊറാട്ട കല്ലിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സാധാരണ പൊറാട്ടയ്ക്ക് ഓയിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ ആദ്യം തന്നെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ കൊടുക്കാം. ഞാൻ പറഞ്ഞു, അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച്, ഞാൻ ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്താണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് മറിച്ചിടണം. മറിച്ചിട്ട് ഒരു ഭാഗം നമുക്കറിയാം വെന്തതിന് ശേഷം വീണ്ടും മറിച്ചിടുമ്പോൾ ആലു നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആലു പൊറാട്ട. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ആലു പൊറാട്ട, കീമ പൊറാട്ട, അതേപോലെ ഓരോ രീതിയിലും ഈ പൊറാട്ട തയ്യാറാക്കിയെടുക്കാം. എഗ്ഗ് പൊറാട്ട അതൊക്കെയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആലു പൊറാട്ട. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.